ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിഞ്ഞു. ഇവിടെയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പഴയ ഒരു കാലാവസ്ഥയിലേക്ക് തിരിച്ചു വന്നെന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ സ്ഥായിയായിട്ടുള്ള ഭാവം. എന്നും മഴയും കാറ്റും. വല്ലപ്പോഴും ഒക്കെയാണ് വെയിൽ കിട്ടുന്നത്. പിന്നെ ഈ ഒരു സ്പ്രിംഗ് സീസൺ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയാണ് ഇവർക്ക് സമ്മർ വെക്കേഷനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു എന്താ പറയുക, ഒരു വീക്കലി വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ലോഗാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യ സ്റ്റോറി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ എല്ലാത്തിനെയും ബോക്സിലൊക്കെ ആക്കുന്നതാണ്. ഇന്നലെ എന്തോ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോയി. എന്നാൽ പിന്നെ വിചാരിച്ച് ഇന്നെന്തായാലും അവധിയാണല്ലോ, എന്നാൽ പിന്നെ പതുക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന്. പിന്നെ മാസത്തിലൊരിക്കലാണ് നമ്മൾ പോയിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇതുപോലത്തെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങണത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആസ്ഡേയിലും കൂടെ പോകണമായിരുന്നു. സാധാരണ നമ്മൾ അവന്യൂ ഷോപ്പിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ടാണ് പാല്, തൈര്, മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ ഏട്ടനെ പറഞ്ഞു വിട്ടു. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കില്ല. വീണ്ടും തിരിച്ചു വന്ന് അതെല്ലാം എടുത്തു വെക്കാനുണ്ടാവും. അപ്പോൾ ഇത് വീണ്ടും പെൻഡിങ്ങിൽ കിടക്കും. അതുമാത്രമല്ല, ഇന്ന് കുറേയേറെ പണി വീട്ടിൽ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ പണി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു പാൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറേജ് റൂമിന് പറയുന്ന പേരാണ് ഇവിടെ പാൻട്രി എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ എല്ലാം എടുത്ത് അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചു. കുറച്ച് വെജിറ്റബിൾസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചീത്തയൊന്നും ആവില്ല പെട്ടെന്നൊന്നും. ഞാൻ അങ്ങനെ ചീത്തയാവുന്ന സാധനങ്ങളൊന്നും ആയിരുന്നില്ല വാങ്ങിച്ചത്. ഇത്രയും വാങ്ങിയിട്ടുള്ളായിരുന്നു. കാരണം അവിടെ വെജിറ്റബിൾസ് ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നോക്കി എടുത്തിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന മെഡിമിക്സും ഹമാമും ഒക്കെ നമുക്ക് അവിടെ നിന്നേ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് സോപ്പൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ വെജിറ്റബിൾസിൽ ഞാൻ മുരിങ്ങയ്ക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ടിഷ്യൂ പേപ്പറിനുള്ളിൽ വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറെ വാങ്ങിക്കുവാണെങ്കിൽ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിനുള്ളിൽ സൂക്ഷിക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. കുറച്ച് മുരിങ്ങയ്ക്ക മാത്രമേ എടുത്ത് ഫ്രിഡ്ജിനുള്ളിൽ ബാലൻസ് എടുത്ത് ഫ്രീസറിൽ വെക്കുന്നത്. പിന്നെ ഇവിടെ നല്ല വിലയുള്ളൊരു ഐറ്റമാണ് കറിവേപ്പില കേട്ടോ. അതുകൊണ്ട് കറിവേപ്പില ഉണങ്ങിയതാണ് കൂടുതൽ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഷോപ്പ് വന്നതിന് ശേഷമാണ് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ കറിവേപ്പിലയൊക്കെ എടുത്ത് ടിഷ്യൂ പേപ്പറിനുള്ളിലാക്കി ഫ്രിഡ്ജിനുള്ളിൽ വെക്കും. അത്ര ഫ്രഷ് അല്ലായിരുന്നു കറിവേപ്പില കേട്ടോ. പെട്ടെന്ന് ഇല ഇങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഞാൻ ഊരി ഇതിലേക്കിട്ട് പിന്നെ കുറച്ചെണ്ണത്തിന് ഞാൻ ഇങ്ങനെ തണ്ടോട് കൂടി എടുത്ത് വെച്ചേട്ടാ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ മീൻ കറിയിലൊക്കെ ഇടാനും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല ഇതായിരിക്കുമല്ലോ. അങ്ങനെ അതെല്ലാം പറക്കി വെച്ചു. അപ്പോൾ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയിട്ട് വന്നപ്പോൾ ബ്രെഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടാണ് വാങ്ങിയിട്ട് വരണതെന്ന്. കാരണം ദോശമാവൊക്കെ തീർന്നു പോയി. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡും തോന്നില്ല. അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഇനി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ടൈം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രെഡിലേക്ക് പോയത്. പക്ഷെ പെട്ടെന്നാണ് എൻ്റെ ബുദ്ധിയിലൊരു കാര്യം എന്ന് വെച്ചാൽ എന്നാൽ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ മസാല ഒന്ന് റെഡിയാക്കിയിട്ട് ബ്രെഡ് പോള ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സാധാരണ നമ്മളെപ്പോഴും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവകാഡോ വെച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ബ്രെഡ് ഇതുപോലൊരു മസാലയൊക്കെ റെഡിയാക്കി കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഇട്ട് റെഡിയാക്കി പിന്നെ സാധാരണ മസാലയാണ് എല്ലാം ചേർത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി ഒരു മുട്ട വേണം. ഒന്നല്ല 2 മുട്ട വേണം കേട്ടോ. ഇനി ആ മുട്ടയിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരും. നമുക്ക് ഇതിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേന് ഇനി മസാല റെഡിയാക്കിയ പാനിൽ നിന്ന് ഞാൻ മസാലയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി. ആ പാനിൽ തന്നെ ബ്രെഡ് പോള ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ആ മുട്ടയുടെ ഇതിലോട്ട് മുക്കിയിട്ട് പാനിൽ വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ബ്രെഡിലാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് വീറ്റ് ബ്രെഡാണ്. ഞാൻ കൂടുതലും നമ്മളിവിടെ വാങ്ങിക്കുന്ന വീറ്റ് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ് ഞാൻ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ചിക്കനൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് മുകളിൽ വീണ്ടും നമ്മളിതുപോലെ ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്യണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. താഴെ ഒരു ദോശക്കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചാലും മതി. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ദോശത്തവയിലിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. അങ്ങനെ തിരിച്ചിടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ ഒരുവിധം എല്ലാം തിരിച്ചിട്ട് റെഡിയാക്കി എടുത്തു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു ഇടിയപ്പമായിരുന്നു ഇതിലും പെട്ടെന്ന് പണി തീർന്നേനെയല്ലോ.
അങ്ങനെ ഇനിയിപ്പോൾ കുറേ തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി വിരിച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിനുള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. പുതുതായിട്ട് ഒരു ഇലക്ട്രിക് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, തുണി ഉണക്കാൻ വേണ്ടി. അതിൽ ചൂട് വരുന്നത് കൊണ്ട് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇലക്ട്രിക് സ്റ്റാൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും തണുപ്പും മഴയൊക്കെ ആണല്ലോ, വെളിയിൽ കൊണ്ടുപോയി വിരിക്കാനും പറ്റില്ല. പഴയ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ വിരിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഞാൻ പിന്നെ അകത്തെടുത്തുകൊണ്ട് വരണമായിരുന്നു. പിന്നെ റൂമിൽ തന്നെ സ്റ്റാൻഡ് വെച്ച് ഉണക്കുമായിരുന്നു പതിവ്. വാശിക്കുട്ടിയുടെ വന്ന് റൂമൊക്കെ ഒന്ന് നീറ്റായിട്ട് വൃത്തിയാക്കി തന്നു. അപ്പോഴാണ് കയ്യിൽ സീരിയൽ ലൈറ്റ് കിട്ടിയത്. പഴയ വീട്ടിൽ അവിടെ റൂമിൽ അവൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണമെന്ന്. ആർക്കും സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അച്ഛനും മോളും കൂടെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് വീട് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല വൈകിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ അവർക്കിനി ഡിന്നറൊക്കെ കൊടുക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ ഡീപ്പ് ക്ലീൻ പരിപാടിയൊന്നും നടക്കുന്നില്ല. എല്ലാവരും ഓട്ടമായതുകൊണ്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും പണി കൊടുത്തു. പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയാണ്. അതിനിടയിൽ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീട് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ എല്ലാവരും കൂടെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പണി തീർന്നു. താങ്ക് യു. അങ്ങനെ വർഷക്കുട്ടി ആഗ്രഹിച്ച പോലെ അവൾക്ക് വലിയ മാങ്ങ തന്നെ കിട്ടി. ഇത് നമ്മൾ ഇന്ത്യ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല മാങ്ങയായിരുന്നു. കേസർ എന്ന് പറയുന്ന ഒരു മാംഗോ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിവാൻകുട്ടി ഈ ചെയ്യുന്ന കണ്ടില്ലേ, കയ്യിൽ വെറും കമ്പ് മാത്രമേ ഉള്ളൂ, വെറുതെ ഷോ കാണിക്കുകയാണ്. അവൻ ഓൾറെഡി എല്ലാം വാക്യൂം ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റായിട്ടാണ്. അത് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കനൊക്കെ വെച്ച് കഴിച്ചത് കൊണ്ട് നല്ല ഫില്ലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ഇനി ഡിന്നർ തന്നെ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വെജിറ്റേറിയനാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഫുഡ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇടിയപ്പവും കുറുമയും ഉണ്ടാക്കി. അതുപോലെ തന്നെ ചപ്പാത്തിയും പനീർ കറിയും. ഇനി എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണം. ഞാൻ ആദ്യം കേസരി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. അത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം. ഇവർ നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ വരുന്ന ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് നമ്മുടെ നാടൻ റെസിപ്പി എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു പ്ലാനിലേക്ക് വന്നത്. അങ്ങനെയെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ വന്നതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. ഞാൻ അവരോട് കാര്യമൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ. പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കേട്ടോ, അതായത് തിങ്കളാഴ്ച. അപ്പം വിവാൻകുട്ടിയെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം തിരിച്ച് വെയിറ്റിംഗ് ഷെഡ് വന്ന് നിൽക്കുകയാണ് കേട്ടോ, ജിമ്മിൽ പോകാൻ വേണ്ടി. ഭയങ്കര മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്ര ഹെവി ആയിട്ട് മഴ പെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തി കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ ചൗജോ വെച്ചിട്ടുള്ള ഒരു മസാലക്കറി റെഡിയാക്കി എടുത്തു. അപ്പോൾ അത് വെച്ച് ചേട്ടന് ചോറും ഒരു കറിയൊക്കെ ആക്കി കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ വന്ന് ഈ ബാലൻസ് ഇരുന്ന ചപ്പാത്തി കഴിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇനി വിവാൻകുട്ടിയെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ പേരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം വരാൻ. അപ്പം നേരത്തെ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ സ്കൂൾ ടൈം കഴിഞ്ഞ് ഉടനെ തന്നെയുള്ള സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് നേരെ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് വരാമല്ലോ, അല്ലെ പിന്നെ വീണ്ടും തിരിച്ച് വൈകിട്ട് പോകേണ്ടി വരും. ഏട്ടൻ വരാൻ ഇന്ന് എന്തായാലും കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നടക്കില്ല. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെ തന്നെ പോയിട്ട് അവനെ വിളിച്ചിട്ട് വരാതെ. അപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ജാക്കറ്റ് ഇട്ടിട്ടാണ് പോയത്. പക്ഷേ ബസ് അങ്ങോട്ട് കയറി അവിടെ പോയി ഇറങ്ങിയപ്പോഴത്തേന് ഭയങ്കര മഴയായി, മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചെന്ന് പറയാം. പിന്നെ കുറേ നേരം ഞാൻ പിന്നെ വെയിറ്റിംഗ് ഷെഡിലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നു. അവനെ വിടുന്ന സമയമായപ്പോഴത്തേന് നേരെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് അവൻ വെളിയിൽ വന്ന് എന്നെ വിളിക്കാൻ വന്നത് കൊണ്ട് അവനും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. പേപ്പർ ബോട്ടിൽ വയ്ക്കാൻ പറ്റും. തകർത്ത മഴ ഉണ്ടോ. പിന്നെ എന്തായാലും പോയി അവിടെ പോയി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഇനി 3:30-ക്കാണ് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് സ്കൂൾ വിട്ട സമയമാണ്. അപ്പോൾ അവർ അതുകൊണ്ട് ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്കൂൾ കഴിയുമ്പോൾ ഉടനെ തന്നെ അവർ ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കാം കേട്ടോ.
അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വിവാൻകുട്ടി എൻ്റെ തലയിൽ നര ശ്രദ്ധിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വയസ്സായതുകൊണ്ട് നരയൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല അമ്മയുടെ സ്ട്രെസ്സ് കാരണമാണ് നര വന്നതെന്ന്. അങ്ങനെ കുറച്ച് നേരം അവനോട് വാചകമൊക്കെ അടിച്ചപ്പോൾ തന്നെ സമയം കേട്ടോ. അങ്ങനെ ടീച്ചറിനെയൊക്കെ പോയി കണ്ടു. അങ്ങനെ ഈ വർഷത്തെ അക്കാഡമിക് ഇയറിനെ കുറിച്ചുള്ള നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ വിവാൻകുട്ടിക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.